الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره واستغلظ واستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക ശ്രേഷ്ഠനായ മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ. നമുക്കറിയാം, വസന്തത്തിൽ പിറന്ന ഒരു അനുഗ്രഹം. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാം വസന്തം. നബിദിന സ്മരണകളുമായി നാട്ടിൻ്റെ നാനാഭാഗത്തും വാഴകളും മറ്റു പല പരിപാടികളുമൊക്കെ നടക്കുന്നു. യഥാർത്ഥത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടാനുള്ളതല്ല ഇസ്ലാമിലെ പ്രവാചക സ്മരണ എന്നത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ദിനേന ഒരു മിനിമം 9 പ്രാവശ്യമെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്മരിച്ചില്ലെങ്കിൽ ഒരാളിന് സത്യവിശ്വാസി അല്ലെങ്കിൽ മുഅ്മിൻ അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള മെമ്പർഷിപ്പ് ഉണ്ടാവില്ല എന്നാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് നമ്മളെല്ലാവരും നമസ്കാരത്തിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഫർള് നമസ്കാരത്തിൽ പോരായിട്ട് സുന്നത്ത് നമസ്കാരങ്ങളിലുമൊക്കെ നമ്മൾ സാധാരണമായി ഇത് പറയാറുണ്ട്. പിന്നെ ഏത് ദുആയിലും ഹംദ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സലാത്ത് ചൊല്ലണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ്. അള്ളാഹുവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ്റെ പേരിലുള്ള സലാത്ത്. അപ്പോൾ അവിടെയും നമ്മൾ പ്രവാചക സ്മരണ പുതുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചക സ്മരണയെ സംബന്ധിച്ച് വളരെ ഗഹനമായ
ഒരുപാട് സംഗതികൾ ഖുർആനിലും ഹദീസുകളിലും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രവാചകൻ്റെ നിയോഗത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയത് ബുഇസ്തു ലിഅൻ ഉത്തമ്മിമ മകാരിമിൽ അഖ്ലാഖ്, ഞാൻ ഉത്തമമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് എന്നാണ്. അപ്പോൾ ഉത്തമമായ സ്വഭാവ വിശേഷങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പകർത്തുന്നതിന് ഒരു മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച പ്രവാചകൻ യഥാർത്ഥത്തിൽ എല്ലാ നിലയ്ക്കും മാതൃക തന്നെയായിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത് നമ്മളോട് പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമമാണ് എന്ന സൂചനയോടുകൂടി റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മൊത്തം അനുഗ്രഹം, ഈ രണ്ട് പ്രയോഗങ്ങളും മറ്റ് പ്രവാചകന്മാരെ കുറിച്ച് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധ്യമാവില്ല. എല്ലാ പ്രവാചകന്മാരും ഉത്തമമാണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. പക്ഷെ അവിടെ തന്നെ തിൽക റസുൽ ഫളൽനാ ബഅദഹും അലാ ബഅദ്, എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയാണ്, അവരുടെ ഇടയിൽ നിങ്ങൾ തരംതിരിവ് നടത്തരുത് എന്ന് പറഞ്ഞ പടച്ചോൻ തന്നെ ചില പ്രവാചകന്മാർക്ക് പ്രത്യേകമായ സ്ഥാന പദവികൾ കൽപ്പിച്ചു കൊടുത്തതായി ഖുർആനിലൂടെ മകളി. മൊത്തം 1,24,000 ആളുകൾ, ചില ഹദീസുകളിൽ 2,40,000 പ്രമുഖമായ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാകുന്ന 1,24,000 ആളുകളെ മനുഷ്യ സമൂഹത്തിന് നയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് തിരഞ്ഞെടുത്തു. അതിൽ 313 ആളുകളെ കുറച്ചുകൂടി ഉയർന്ന ഒരു ഗ്രേഡ് കൊടുത്തു. 25 ആളുകളുടെ പേര് ഖുർആനിൽ എടുത്തു പറഞ്ഞ് ഉത്തമരായ പ്രവാചകന്മാരായിരുന്നു. പിന്നെ 4 ആള്, ആ 4 ആളെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൂസയും ദാവൂദും ഈസയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് അന്ത്യപ്രവാചകൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ തുടങ്ങിയ ആ ദൗത്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തീകരിക്കുന്നതാണ്. അടിസ്ഥാനപരമായി എല്ലാ സംഗതികളും ആദം നബി മുതൽ പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് വിശദാംശങ്ങളോടുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ പ്രവാചകന്മാരെ അയക്കുമ്പോൾ കാലഘട്ടത്തിനോ അല്ലെങ്കിൽ പ്രദേശത്തിനോ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത്. ഒരേ സമയം അധികം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മൂസയും ഹാറൂനും, ഇബ്രാഹിം നബി ഉണ്ടായിരുന്നപ്പോൾ ഇസ്മായിലും ഇസ്ഹാഖും അതുപോലെ തന്നെ ലൂത്തുമൊക്കെ പ്രവാചകന്മാരായിരുന്നു. അങ്ങനെ പല പ്രവാചകന്മാരും ഒരേ സമയം പ്രവർത്തിച്ചിരുന്ന ചരിത്രത്തിൻ്റെ ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതമായത് മുതൽ വേറെ പ്രവാചകന്മാരൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ദൗത്യം ലഭിച്ചത് മക്കക്കാരായ ആളുകൾക്കോ ഖുറൈശികൾക്കോ അറബികൾക്കോ അല്ല, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കുമാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മൊത്തം ജനതയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകനെ നിയോഗിച്ചത്. ബഷീറും വനദീറ, അതായത് സന്തോഷ വാർത്ത അറിയിക്കുന്നത്, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുകയും പ്രവാചക നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത. വനദീറ, അതോടൊപ്പം താക്കീതും നൽകും. ഇതിനെ തൃണവൽഗണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പറ്റാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് വ്യക്തമായ താക്കീതും പ്രവാചകൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധികം ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രസ്താവന വളരെ വലിയ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മഹാനായ ഈ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കൊണ്ടുവന്ന ഈ സത്യസന്ദേശം, അത് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉത്തമവും ഉന്നതവും ശാന്തവും ഗംഭീരവുമായ പര്യവസാനം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യം അധികം ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റിലും പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അതറിയാത്തത് കൊണ്ട് അതിൻ്റെ അനുയായികൾക്കും അത് ശരിക്കും അറിയില്ല. ഏതെങ്കിലും തരത്തിൽ അതിൽ വന്നുപെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയ ആസൂത്രിതമായ പദ്ധതികളും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഇത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ മനുഷ്യരെ രക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം അനുസരിച്ച് അവർ മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്, പിശാചിൻ്റെ പരിപാടിയാണെന്നുള്ളതാണ്.
പടച്ചോന് യാതൊരു നിർബന്ധമില്ല. ഇക്റാഹ ഫിദ്ദീൻ, ദീന് അംഗീകരിക്കൽ യാതൊരു നിർബന്ധമില്ലാത്തൊരു കാര്യം. ഒമൻ ഷാ വല്യോമൻ ഒമൻ ഷാ വല്യ കഫർ. പക്ഷെ ഇന്ന ആഴ്ചത്തിനാല് വാലിമീനാറാണ്. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാം. പക്ഷേ അക്രമികൾക്ക് നരകം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് താക്കീതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. അപ്പോൾ ഈ പ്രവാചകനോടുള്ള ഒരു സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചക സ്മരണ എന്നത് പ്രവാചക ഹുബ്ബുർ റസൂൽ, ഹുബ്ബുല്ലാഹി, പ്രവാചകനോട് ഭയങ്കരമായ സ്നേഹം. അതുകൊണ്ട് പ്രവാചകൻ്റെ പേര് നീട്ടിപ്പാടി, അല്ലെങ്കിൽ പ്രവാചകൻ്റെ അവദാനങ്ങൾ വാനോളം പുകഴ്ത്തി, അല്ലെങ്കിൽ പ്രവാചകൻ്റെ അവശേഷിക്കുന്നു എന്ന് പറയുന്ന അവശിഷ്ടങ്ങളെടുത്ത് ബഹുമാനിച്ചു ആദരിച്ചു എന്നൊന്നും ചെയ്യില്ല. പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് വളരെ കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നീ പ്രഖ്യാപിക്കണം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് പ്രവാചകനെ അനുസരിക്കാൻ നമ്മളെ യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കേണ്ടത് എന്നാണ്. എന്നെ നിങ്ങൾ പിൻപറ്റുക, എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നത് വലിയൊരു സംഗതിയാണ്. അവന് പലതിനോട് സ്നേഹമുണ്ട്. സ്വന്തത്തോട് സ്നേഹമുണ്ട്, ഭാര്യമാരോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, അതുപോലെ ധനത്തോട് സ്നേഹമുണ്ട്. പക്ഷേ ഈ എല്ലാ സ്നേഹത്തെക്കാളും ഉത്തമമായ സ്നേഹം ഇതൊക്കെ നൽകിയ രക്ഷിതാവിനോടായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിൽ പോയി, മകൻ ഗൾഫിൽ പോയി, പൈസ അയച്ചു. അത് പണ്ടൊക്കെ പോസ്റ്റ്മാൻ ഡ്രാഫ്റ്റ് കൊണ്ട് തരുകയാണ്. ഇപ്പോൾ ബാങ്കിൽ ഇങ്ങനെ നേരിട്ട് വരികയാണ്. അപ്പോൾ ബാങ്ക് മാനേജറോ അല്ലെങ്കിൽ ബാങ്കിലെ ക്ലാർക്കിനെയോ കാണുക, നമ്മൾ ചെക്ക് എഴുതി കൊടുത്ത് പൈസ വാങ്ങുമ്പോൾ അയാൾ, നമ്മൾ പോസ്റ്റ്മാൻ്റെ കാര്യം എടുക്കാം, പോസ്റ്റ്മാൻ ഡ്രാഫ്റ്റുമായി വീട്ടിൽ വന്നാൽ അയാളെ വിളിച്ചിരുത്തി ബിരിയാണിയെ കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് എല്ലാ സ്നേഹവും ആദരവോടും ഒക്കെ കാണിച്ചാൽ യഥാർത്ഥത്തിൽ ഈ പൈസ ഉണ്ടാക്കി തന്ന മകനെ വിസ്മരിച്ചുകൊണ്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? യാതൊരു തരത്തിലുള്ള അർത്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം നൽകിയത്. സ്നേഹം നൽകിയത് അല്ലാഹുവാണ്, സ്നേഹിക്കാനുള്ള പ്രേരണ നൽകിയത് അല്ലാഹുവാണ്, പ്രവാചകൻ അയച്ചതെന്ന് അല്ലാഹുവാണ്, ഖുർആൻ അയച്ചതെന്ന് അല്ലാഹുവാണ്, അതുപോലെ എല്ലാ സംഗതികളും ചെയ്തു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ പടച്ച തമ്പുരാനെ മാനിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സംഗതികളെ അമിതമായി ആദരിച്ചും ബഹുമാനിച്ചും നടക്കുന്ന സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി, അതിനെപ്പോലെ വിഡിത്തം വേറൊന്നുമില്ല. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ സംഗതികൾ ആദരിക്കണം. അള്ളാഹു പറയാത്ത സംഗതികൾ നമ്മുടെ വകയായിട്ട് പുതിയ ആദരവുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് അള്ളാഹുവിൻ്റെ രേഖയിൽ പുറത്താണ്. അപ്പോൾ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ പിന്തുടരുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയും ഇല്ല എന്നുള്ളതാണ്. പ്രവാചകൻ്റെ പേരിൽ സലാത്തെല്ലാം പറഞ്ഞ സലാത്തില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ സലാത്ത് നമസ്കാരത്തെ പോലെ സലാത്ത് മാത്രമാക്കിക്കൊണ്ട് അതിനൊരു ഒരു പരിപാടി ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ കാണിച്ചു തരാത്ത മതല്ല. ഒരാൾ പ്രവാചകന്റെ മേൽ സലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, 10 സലാത്ത്. എന്തായി സലാത്ത്? രക്ഷയാണ്, പ്രാർത്ഥനയാണ്. ഒരാൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് അംഗീകരിച്ച ഈ പ്രവാചകൻ, ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹും അവൻ്റെ പ്രവാചകനും അവൻ്റെ മലക്കുകളുടെ മേൽ, അല്ലാഹും അവൻ്റെ മലക്കുകളും പ്രവാചകൻ്റെ മേൽ സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹാശംസകൾ നടത്തുന്നു. അല്ലാഹു എങ്ങനെ സലാത്ത് ചൊല്ലുക? അല്ലാഹു അവൻ്റെ അനുഗ്രഹം ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രവാചകനോട് ചോദിക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ പ്രവാചകന് വേണ്ടി ഒരു അനുഗ്രഹം ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ നാം നിശ്ചയിച്ച പ്രവാചകനെ ആദരിച്ചുകൊണ്ട് അനുഗ്രഹം ചോദിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് 10 അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പ്രവാചകൻ്റെ പേരിൽ നാം ചെല്ലുന്ന ഓരോ സലാത്തും നമ്മുടെ പേരിൽ നാം പറയുന്ന 10 സലാത്താണ്, 10 പ്രാർത്ഥനകളാണ്. വളരെ ഗൗരവമുണ്ട് സംഗതി. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറെ ഒന്നും വേണ്ട, സലാത്ത് തന്നെ ആവാം എന്ന് അങ്ങനൊരു സംവിധാനമില്ല. ചെയ്യാൻ പറഞ്ഞ രീതിയിൽ ചെയ്യണം. അതിന് പുതിയ പുതിയ ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നത് പ്രവാചകൻ ഇത്തിബാഅ റസൂൽ, പ്രവാചകൻ്റെ പാത പിന്തുടരുന്നു എന്ന് പറയുന്ന അതിൽ പെടൂല എന്നുള്ളതാണ്. സാമാന്യമായി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി.
അങ്ങനെ ഈ പ്രവാചകനെ മനുഷ്യരാശിയിൽ ഇത്രയും അധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരാളില്ലാത്ത വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ലോകചരിത്രത്തിൽ പലരും മനുഷ്യ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ആളുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മൈക്കൽ എച്ച് ഹാർട്ടിൻ്റെ ഒരു ദ ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. 100 ആളുകൾ ലോക സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ 100 ആളുകൾ. അതിൽ ഒന്നാമത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ലോകചരിത്രം പരിശോധിച്ചറിയാം ഇത്രയും അധികം സ്വാധീനം ചെലുത്തി ലോകചരിത്രം മാറ്റി എഴുതിയ ഒരു മനുഷ്യൻ. ഈ പ്രവാചകൻ വന്നപ്പോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു 22 വർഷം ചില്ലറ മാസവും ചില്ലറ ദിവസം അത് കവർ ചെയ്ത് പറഞ്ഞാൽ 23 വർഷം. മഹാനിഷ്ഠൂരന്മാരും കാട്ടറബികളും സ്നേഹമോ നീതിയോ നന്മയോ ഒന്നും ഒരിക്കലും പരിഗണിക്കാതെ സ്വന്തം സുഖഭോഗങ്ങൾ മാത്രം കാക്ഷിച്ചിരുന്ന ഒരു ജനത. അവരുടെ ജീവിതത്തിൽ കള്ളും പെണ്ണും യുദ്ധവുമൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അതിനെ മാറ്റിയെടുത്തിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ, ഏറ്റവും ഉന്നതരായ സ്വഭാവത്തിൻ്റെ മഹിമ ഉള്ള ആളുകൾ, സ്വഭാവത്തിൻ്റെ ഉടമയായ ആളുകളായി മാറ്റി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇത് യാദർച്ഛികമായി സംഭവിച്ചതല്ല എന്നുള്ളതാണ്. പ്രവാചകൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടായതെങ്കിലും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിൽപ്പെട്ടതാണ്. കാരണം ഈ പ്രവാചകനും ഈ അനുയായികളും ഈ ഭൂമുഖത്ത് പൂജാതരാകുന്നതിന് മുമ്പ് ഇവിടെ വന്ന പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച ദിവ്യഗ്രന്ഥങ്ങളിൽ ഇത്തരം ഒരു സമൂഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശങ്ങളിൽ ചിലതാണ് സൂറത്തുൽ ഫതഹിലെ അവസാനത്തെ 2 ആയത്തുകളിലൂടെയുള്ള അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം പ്രതികൽപ്പിച്ചത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി. അതിൽ വലിയൊരു സന്ദേശമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആ സന്ദേശം ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ആത്മബലം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ്. നാട്ടിൻ്റെ നാനാഭാഗത്തും ഈ സത്യസന്ദേശത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യമായി ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയണമെങ്കിൽ അവന് തീവ്രവാദത്തിനെയും ഭീകരവാദത്തിനെയും പട്ടികയിൽപ്പെടുത്തിയിട്ട് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് വളം വെക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ ഈ പേരുള്ള ചില ആളുകൾ നടത്തി കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ സത്യവിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഉൾക്കാമ്പ്, ആ സത്ത പറയുന്നവനെ പോലും യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന് പറ്റിയവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന മനോഭാവമുള്ള മനുഷ്യരാണ് ഇന്ന് ലോകത്ത് സ്വാധീനം ചെലുത്തി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളെ ഈ ആയത്തിൻ്റെ പ്രസക്തിയുള്ളത്. ഈ പ്രവാചകനെ വിട്ടത് സത്യമാർഗം, സത്യദീനും സന്മാർഗദർശനവുമായി ഈ പ്രവാചകനെ അയച്ചത് അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, എല്ലാം അറിയുന്ന, എല്ലാം കൺട്രോൾ ചെയ്യുന്ന, മുന്നിലും പിന്നിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി അറിവുള്ള സർവജ്ഞനും സർവശക്തനും എല്ലാത്തിനും കഴിവുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി. എല്ലാ ജീവിത വ്യവസ്ഥകളെയും അതിജയിച്ച് നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. അത് അതിജയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തിൽ അത് ജയിച്ച് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. ലോക ചരിത്രത്തിൽ മുമ്പ് ഒരിക്കൽ പോലും മൊത്തത്തിൽ അങ്ങനെ ഒരു മാതൃക എടുത്ത് കാണിക്കാൻ പറ്റാത്ത നിലയിൽ ഒരു സമൂഹത്തെ വളർത്തി അത് ഭൂമിയിൽ നട്ടുപിടിപ്പിച്ച് കാണിച്ചെന്നു. അതിൻ്റെ പ്രഭയിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. വഖഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം സാക്ഷിയായി മതി എന്നുള്ളതാണ്. സൂറത്തുൽ ഫതഹിൽ ഇത് പറയുന്നതിന് ഒരു പ്രത്യേകമായ ഒരു കാരണമാണ്. സൂറത്തുൽ ഫതഹ് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഹുദൈബിയയിലെ കരാറ് പ്രത്യക്ഷത്തിൽ സത്യവിശ്വാസികൾക്ക് എതിരായിരുന്നു. മറ്റുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ അനുകൂലമായി, കുറേശ്യർക്ക് അനുകൂലമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ കരാറ് പ്രത്യക്ഷത്തിൽ തോന്നുക. പിന്നീട് പ്രായോഗികതയിൽ സത്യവിശ്വാസികൾക്ക് അനുകൂലമായി വന്നു എന്നുള്ളതാണ്. അവിടെ കരാർ എഴുതുമ്പോൾ മിൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതുമ്പോൾ അവർ സമ്മതിച്ചില്ല. നീ റസൂലാണെന്ന് സമ്മതിച്ചാൽ പിന്നെ ഈ കരാറിൻ്റെ പ്രശ്നം മിൻ മുഹമ്മദിൻ അബ്ദുല്ല എന്ന് എഴുതണം. അബ്ദുല്ലൻ്റെ പുത്രൻ മുഹമ്മദ് എന്ന് എഴുതിയാലേ പറ്റുള്ളൂ, മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മായ്ച്ചു കളയാൻ പറഞ്ഞപ്പോൾ എഴുത്തുകാരും മായ്ച്ചു കളഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ കൊണ്ടാണ് മായ്ച്ചു കളഞ്ഞെന്നുള്ള കരാറ് അവിടെ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി. ആ കരാർ എഴുതി പിടിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മായ്ച്ചു കളയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വനമായി പറയാണ് വഖഫാ ബില്ലാഹി ഷഹീദ, നീ അല്ലാഹുവിൻ്റെ പറ ഇന്നക ലമിനൽ മുർസലീൻ, നീ പ്രവാചകന്മാരിൽപ്പെട്ടവനാണ് എന്നുള്ളതിന് ആരുടെയെങ്കിലും അംഗീകാരമോ നിഷേധമോ അവഗണനയോ ഒന്നും ഒരിക്കലും ആ സത്യത്തെ മാറ്റൂല എന്നുള്ളതാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ആര് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും
നീ പ്രവാചകനാണ് എന്നുള്ളതിൻ്റെ സാക്ഷി അള്ളാഹു മാത്രം മതി. അള്ളാഹു തന്നെയാണ് സാക്ഷി. അതിൻ്റെ ആവശ്യമില്ല. എന്നും അത് തന്നെയാണ് ആവർത്തിച്ച് പറയേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്നുള്ളതിന് നമ്മളും അള്ളയും തന്നെ സാക്ഷി മതിയാവും. ആരെങ്കിലും വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൻ്റെ മാറ്റുകൂട്ടുകയോ കുറയുകയോ ചെയ്യില്ല. ആരെങ്കിലും തൃണവൽ ഗണിച്ചുകൊള്ളതുകൊണ്ട് ആ സത്യം സത്യമല്ലാതാവുന്നില്ല, അത് സത്യമായി നിലനിൽക്കും എന്നുള്ള അത് ഉറപ്പിച്ചു പറയാനാണ്. ഈ സത്യം നിലനിർത്താനും ആ സത്യം അതിജയിച്ചു വരാനും അത് പൂർത്തീകരിക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അയച്ചത്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ കാഫിറു വലൗ കരിഹൽ മുശ്രികൂൻ എന്നൊക്കെ പറഞ്ഞ് വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് നിഷേധികൾ വെറുത്താലും ബഹുദൈവാരാധകർ വെറുത്താലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, എല്ലാ ദീനുകളെയും എല്ലാ ജീവിത വ്യവസ്ഥകളെയും അതിജയിച്ച് ഇത് ഭൂമുഖത്ത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൻ്റെ പ്രായോഗിക രൂപം ആദ്യം നാം കണ്ടതാണ്. ഇനിയും അത് ഭൂമിയിൽ സമ്പൂർണ്ണമായി നടപ്പാക്കിയതിന് ശേഷമേ ഈ ലോകാവസാനം ഉണ്ടാവുകയുള്ളൂ. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സമ്പൂർണ്ണമായി അത് നടപ്പാക്കുക തന്നെ. അതുകൊണ്ട് ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ഏതെങ്കിലും തരത്തിൽ മാറ്റിക്കൊണ്ടുപോയിട്ട് ഇസ്ലാമിനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല. മൊത്തം മുസ്ലിങ്ങളെ കൊന്നു കളഞ്ഞിട്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാനും സാധ്യമാവുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയാണ് ദീൻ. അത് അവനാണ് ഇറക്കിയത്. അവൻ ആളുകളുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അതിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളോടെ കൊണ്ടുവരാനും അവർ വീറോടെ അന്തസ്സോടെ ആഭിജാത്യത്തോടെ ജീവരക്തം കൊടുത്ത് നിലനിർത്താനും അവർക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും അത് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സത്യവിശ്വാസികൾ ഒരിക്കലും യാതൊരു ബേജാറും ആവേണ്ടതില്ല എന്നൊരു സന്ദേശവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്റെ പ്രവാചകത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാ. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ, അതായത് നിഷേധികളോട് കാർക്കശ്യം എന്ന് പറഞ്ഞാൽ നിഷേധികളെ കാണുമ്പോൾ മൊരടന്മാരായി പെരുമാറുന്നുള്ളതല്ല, നിഷേധ സ്വഭാവത്തോട് അവർ കർക്കശമായ നിലപാട് സ്വീകരിക്കും. റഹ്മാഉ ബൈനഹും, അവരുടെ ഇടയിൽ കാരുണ്യത്തിൻ്റെ നിലപാടായിരിക്കും സ്വീകരിക്കുക. അവരുടെ നിഷേധികൾക്ക് വളയ്ക്കാനോ വഴക്കാനോ ഒടിക്കാനോ ഒന്നും സാധ്യമാവുകയില്ല. അവർ ആദർശത്തിൽ ഈമാനിൽ ദൃഢതയുള്ളവരായിരിക്കും. ഒരിക്കലും അവരുടെ ആദർശത്തിൽ നിന്ന് മാറ്റാൻ സാധ്യമാവില്ല. നമ്മളും ഈ പറഞ്ഞ സഹാബാക്കളും തമ്മിലുള്ള ജീവിതം തട്ടിച്ചു നോക്കിയാൽ എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സത്യവിശ്വാസത്തിൻ്റെ വീതിയിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജയിച്ചുകൊണ്ട് ദൃഢബാധരായി നിൽക്കുവാൻ കഴിവുള്ളവരാണ് മുഹമ്മദിൻ്റെ കൂടെയുള്ളവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും ആർക്കും സാധ്യമാവുകയില്ല. അവരെ മാറ്റിക്കളിക്കാൻ പറ്റൂല. അവരെ ഏതെങ്കിലും തരത്തിൽ ആദർശ വ്യതിയാനം ഉണ്ടാക്കാൻ പറ്റുമോ? റഹ്മാഉ ബൈനഹും. പക്ഷെ അവരുടെ ഇടയിൽ കാരുണ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. നമ്മൾ വളരെ അകലെയാണ്. ആദ്യകാല സഹാബാക്കളും താബികളും ഒക്കെ ആ രീതിയിലായിരുന്നു. പക്ഷെ നമ്മൾ വളരെ അകലെയാണ്. നമ്മളൊരു സമ്മേളനം കൂടി കഴിഞ്ഞാൽ തനി മുശ്രിക്കിനെ പിടിച്ച് ഉദ്ഘാടനം ചെയ്യും. സത്യവിശ്വാസ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവഗണിച്ച് നിർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തലകുത്തനെയാണ്. നമ്മുടെ ഇടയിൽ കാർക്കശ്യവും മറ്റുള്ളവരോട് റഹ്മാവും തലകുത്തനെയാണ്. ഇത്തിബാഉ റസൂൽ എന്ന് അവകാശപ്പെടുന്ന എല്ലാ ആളുകളും ഞങ്ങൾ പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതശ്രേഷ്ഠന്മാർ നയിക്കുന്ന ആളുകൾ, സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ സമ്മേളനവും പരിപാടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നോട്ടീസിലൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ വിളിച്ചിട്ട് അതായത് കാർക്കശ്യമായ സമീപനം സത്യനിഷേധത്തോടെ അല്ല സ്വീകരിക്കുന്നത്, അവരുടെ ഇടയിലുള്ള ആളുകളോടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായം നമുക്ക് എത്താത്തത്. അതുകൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഉന്നതിയിലും എത്താത്തത്. പ്രയാസവും ബേജാറും വെപ്രാളവുമായി ചുറ്റിപ്പിറ്റി ഓടേണ്ടി വരുന്നത്, ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോൾ ബേജാറായി നടക്കേണ്ടി വരുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതിന് നേരെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ്. വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ട് ആകേണ്ട കാര്യങ്ങൾ. വഴിയോരങ്ങളിൽ ഇങ്ങനെ വീഡിയോ ക്ലിപ്പിട്ട് സഹോദര സമൂഹത്തിലെ സഹോദര സംഘടനകളിലെ ആളുകളെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ലോകത്തിന്റെ നാനാഭാഗം, കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിനിമം ആരെങ്കിലും നിർത്തിവെച്ചിട്ട് സത്യവിശ്വാസത്തിന്റെ കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധ്യമല്ല. മറ്റുപല കച്ചവടം ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, കല്യാണം കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയിൽ ബന്ധപ്പെടുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുമ്പോ ഇങ്ങനെ പ്രത്യേകമായ ഒരു സംഹാര താണ്ഡവമാടുന്ന രീതിയിലാണ്. അതിൽ മുന്നിൽ നടക്കുന്നത് പണ്ഡിതന്മാരാണെന്നുള്ളതാണ്. ഈ കുലപ്പറയിൽ എല്ലാവരും ഒരുപോലെ നഗ്നരാണ്. ആരും ഇതിൽ നിന്ന്
എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. സഹോദര സംഘടനകളോട് ഒരു അനുനയത്തിൽ പെരുമാറാൻ, ഒരു സൗഹൃദമായ ഒരു അന്തരീക്ഷം കരുണയിൽ ഉയർത്തിക്കാൻ കഴിയാത്തിടത്തോളം കാലം സത്യവിശ്വാസികളാണ് ഞങ്ങളെന്ന് പറഞ്ഞു നടക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് ഈ ആയത്തെ നമുക്ക് വ്യാഖ്യാനിച്ച് പറയാൻ കഴിയും. കുമ്പിട്ടും പ്രണമിച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ തൃപ്തിയും ഒക്കെ തേടിക്കൊണ്ട് അവരെ നമസ്കരിക്കുന്ന ആളുകളായി നിനക്ക് കാണാൻ സാധിക്കും. ഇത് അവരുടെ മുഖത്ത് നമസ്കാരത്തിന്റെ അടയാളങ്ങളുണ്ട്. തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും നെറ്റിയിലുള്ള നമസ്കാരത്തിന്റെ തഴമ്പാണ് എന്ന് അത് ചില പണ്ഡിതന്മാർക്ക് അത് വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ ഇവിടെ നെറ്റിയിലെന്ന് അല്ല പറഞ്ഞത്. സത്യവിശ്വാസത്തിന്റെ ഈമാന്റെ ഒരു പ്രഭ, എപ്പോഴും സത്യവിശ്വാസത്തിന്റെ ഒരു പ്രഭ മുസ്ലിങ്ങളുടെ മുഅ്മിനീങ്ങളുടെ മുഖത്തുണ്ടായിരിക്കുന്നതാണ്. അവർ അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല നിസ്കാരത്തിലുള്ള പല ആളുകളും പലപ്പോഴും ഈ സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പെരുമാറുന്നത് നമുക്ക് കാണാൻ. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. വെറും നിസ്കാരത്തിനെ കുറിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. അത് ഉൾപ്പെടുത്തേണ്ടെന്നല്ല, ഉൾപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ല, സത്യവിശ്വാസത്തിന്റെ ഈമാന്റെ ഒരു പ്രഭ അവന്റെ മനസ്സിൽ റാഹത്ത്, ഒരു സന്തോഷം. കാരണം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നടക്കുന്നത്. ഉള്ളിൽ നിറഞ്ഞ മനസ്സ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങുമ്പോ അവന്റെ മുഖത്ത് അതിന്റെ സംതൃപ്തി ഇങ്ങനെ കളിയാടിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടാൽ ഉദിച്ച സൂര്യൻ ഇങ്ങനെ ഒഴടി നടക്കുകയാണോ ആ മുഖത്ത് കൂടി എന്ന് തോന്നും എന്ന് സഹാബാക്കൾ പറഞ്ഞതായി നമുക്ക് സഹിഹായപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ ഉദിച്ച് ഇങ്ങനെ കറങ്ങുകയാണോ റസൂലിന്റെ മുഖത്ത്, അത്രയധികം പ്രഭയുള്ള ഒരു ഈ വിശേഷങ്ങളൊക്കെ തൗറാത്തിൽ മൂസാ നബി കൊടുത്ത തൗറാത്തിൽ പറഞ്ഞതാണ് കേട്ടോ. ഈ പ്രവാചകന്റെ അനുയായികൾ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിലാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. അതുപോലെ ഇഞ്ചീൽ, അതായത് ബൈബിളിൽ ഈസാ അലൈഹിസ്സലാമിനെ അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിൽ പറഞ്ഞത് അതിന്റെ അതായത് ഒരു കൃഷി അല്ലെങ്കിൽ വിത്ത് അതിങ്ങനെ മുളച്ചു പൊന്തി പിന്നെ ചെടിയായി തഴച്ചുളർന്ന് സ്വന്തം സ്വന്തം കണ്ണില് അങ്ങനെ കണ്ടത്തിൽ അത് നിൽക്കാൻ തുടങ്ങി. അപ്പോ കർഷകന് അത്ഭുതമുണ്ടായി. അതോടൊപ്പം കുഫാർ, നിഷേധികൾക്ക് രോഷമുണ്ടാകുന്ന നിലയിൽ തഴച്ചു വളരുന്ന ഒരു വിത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചെടി തഴച്ചു വളർന്നു വലുതാകുന്ന ഒരു ഉദാഹരണമായി ഇങ്ങനെ ചെറിയ രൂപത്തിൽ മദീനയിൽ ഇങ്ങനെ പ്രാരംഭം തുടങ്ങി ശക്തി പ്രാപിച്ച് ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് അതിന്റെ ആളുകൾക്കെല്ലാം കൗതുകം തോന്നുകയും നിഷേധികൾക്കെല്ലാം ദേഷ്യം തോന്നുകയും നിലയിൽ വളർന്നു വലുതാകുന്ന ഒരു സമൂഹമായി തീരും എന്ന് ഈസാ അലൈഹിസ്സലാമിന് കൊടുത്ത വേദഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഭൂമിയിൽ സ്ഥാപിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ച ഈ സമൂഹത്തെ, മഹാസമൂഹത്തെ കുറിച്ച് നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നൽകിയിരുന്നു. ആ സമൂഹത്തിന്റെ പിൻഗാമികളായി വന്ന നമ്മൾക്ക് ആ സമൂഹം എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിച്ച് മാതൃക കാട്ടേണ്ട ഉത്തരവാദിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചു പോയത്. ആ ഉത്തരവാദിത്വം ഗൗരവത്തോടെ മനസ്സിലാക്കി പ്രയോഗിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا على غير جلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب اوصيكم واياي ثانيا بتقوى. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിൽ ജീവിക്കുന്നതാണ്. എന്നോടെന്ന പോലെ നമ്മളോട് ഉണർത്തുകയാണ്, വസിയയാണ്. പ്രവാചകന്റെ സ്മരണ സത്യവിശ്വാസികൾക്ക് ആശ്വാസവും സമാധാനം നൽകുന്നതാണ്. പ്രവാചകന്റെ പ്രാർത്ഥന നമ്മൾക്ക് സമാധാനം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനും പറഞ്ഞു. പലരും അങ്ങനെ ചെയ്തതിന്റെ രേഖകളും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്.
ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ഒരു ഉസ്താദിനെ പോലെ, ഒരു പിതാവിനെ പോലെ നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ഒരു ചിത്രമാണ് പ്രവാചകനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. നമ്മളെവിടെ പോയാലും എന്ത് ചെയ്താലും പ്രവാചകനെ ഓർക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വലാത്ത് ചൊല്ലാൻ, ആ പ്രവാചകൻ കാണിച്ചു തന്ന ആ മാതൃക പരസ്പരം വളരെ കാരുണ്യത്തോടെ വർത്തിക്കും. സത്യനിഷേധത്തോട് കർക്കശമായ സമീപനം, ദൃഢമായ സമീപനം എപ്പോഴും സ്വീകരിക്കും. ഈ സന്ദേശം അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ കൊണ്ടുവന്നതാണ് എന്നും അതിന്റെ ഒരു പ്രചാരകനാണ് ഞാൻ തോന്നുന്നു. ഇതൊരിക്കലും അസത്യമല്ലെന്നും ഏത് വൈതരണിയും അതിജയിച്ചത് ഭൂമുഖത്ത് നടപ്പാക്കപ്പെടും എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടിയാണ് ഓരോ സത്യവിശ്വാസിയും ഓരോ അടിയും മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകനെ സ്മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങൾ സലാത്ത് ചൊല്ലണം എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒരുപാട് നൂറുകണക്കിന് മൻ സല്ല അലൈഹി മിൻ ഉമ്മത്തി സലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി സല്ലല്ലാഹു അലൈഹി ബിഹാ 10 സലവാത്ത്. ആരെങ്കിലും ഒരു സലാത്ത് അവന്റെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ കൊണ്ട് ചെയ്യാൻ എന്റെ മേൽ നിന്നാണ് പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സലാത്ത് ആ മനുഷ്യൻ പറയുന്നത്. ആദ്യ ഹദീസ്, അടുത്ത ഹദീസും അതുമാണ് പറഞ്ഞതിന് ശേഷമാണ് അവന് 10 ദർജ സ്റ്റേജ് മാറ്റി കൊടുക്കും. ആത്മീയമായി 10 ദർജ കൊടുക്കും. 10 ഗ്രേഡ് നിശ്ചയിക്കും. എ ബി എന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് നിശ്ചയിക്കുമ്പോൾ എന്നിട്ട് അവന് വേണ്ടി 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതും. 10 തിന്മകൾ അവന്റെ രേഖകളിൽ നിന്ന് മായ്ച്ചു കളയുകയും 10 സലാത്തുകൾ 10 പ്രാവശ്യം അല്ലാഹുവിന്റെ അനുഗ്രഹം അല്ലാഹു ആശംസിക്കുന്നു ഒരു സലാത്തിന്. റവാഹു നസായി. ഇത് നസായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. സഹിയാണ് എന്ന് പണ്ഡിതന്മാരെ യോജിച്ചു പറഞ്ഞ ഹദീസ്. ഒരു സലാത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, വളരെ ആത്മാർത്ഥമായ മുഖ്ലിസായിട്ട് സലാത്ത് ഉണ്ടായാൽ, നമ്മളെ ദർജ 10 വർദ്ധിക്കും. 10 നന്മകൾ 10 തിന്മകൾ മാറ്റി 10 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആശംസകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സലാത്ത് വർദ്ധിപ്പിക്കണം. യൗമുൽ ജുമുഅ അക്സറു അലൈഹി മിന സ്വലാത്ത് ഫീ യൗമുൽ ജുമുഅ. ജുമുഅ ദിവസം പ്രത്യേകിച്ച് സലാത്ത് വർദ്ധിപ്പിക്കണം. ഇന്ന സ്വലാത്ത ഉമ്മത്തി തഅറദു അലയ്യ ഫീ കുല്ലി യൗമുൽ ജുമുഅ. എല്ലാ ജുമുഅ ദിവസങ്ങളിലും എന്റെ ഉമ്മത്തികൾ എനിക്ക് വേണ്ടി സലാത്ത് ചെയ്യുന്നത് എനിക്ക് കാണിക്കപ്പെടുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്നത് അവനാണ് ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കരുണയുള്ള പിതാവിന്റെ മക്കളോട് അതീവ സ്നേഹമുള്ള ഒരു കാരുണ്യത്തിന്റെ പിതാവിന്റെ ഒരു ഉപദേശം പോലെ നമ്മുടെ മനസ്സിലെപ്പോഴും ഇങ്ങനെ തറച്ചു നിൽക്കും. എന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ സലാത്ത് ചെയ്യാം, അതിൽ ഹിദായത്തുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിക്കുന്ന സംഗതി. ഇപ്പൊ പ്രവാചക ശ്രേഷ്ഠനെ ഓർമ്മിക്കുക എന്നത് ഒരിക്കലും സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാനാവാത്ത സംഗതി. ഇന്നും എപ്പോഴും ഒരു വെള്ളിയാഴ്ചകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കും, ബുദ്ധിമുട്ടുകൾ മാറിക്കും, കഷ്ടപ്പാടുകൾ മാറിക്കും. ഏതെങ്കിലും ഒരു കുടുക്കിൽപ്പെടുമ്പോൾ, ഒരു പ്രയാസത്തിൽ പെടുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷിച്ചുണ്ട് സലാത്തിന്റെ. ആ സലാത്ത് ആശ്വാസത്തിൻ്റെതാണ്. എനിക്ക് തമ്പുരാനെ ആശ്വാസം തരണേ എന്നാണ് യഥാർത്ഥ പ്രാർത്ഥന. തീർച്ചയായും അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കും. ഓരോരുത്തർക്കും മോനവന്റെ ഇഖ്ലാസ് അനുസരിച്ച് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അങ്ങനെ പ്രവാചകനെ സ്മരിക്കുകയും പ്രവാചകന്റെ ജീവിതം സ്വന്തം ജീവിതത്തിനും കുടുംബത്തിനും പകർത്തി നാടിനെ മാതൃകയും ചെയ്യുന്ന സത്യവിശ്വാസികളായി ജീവിക്കുക. അതിന് കരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارض عن ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കരുണ്യവാനായ തമ്പുരാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും
മുൻകാല സത്യവിശ്വാസങ്ങളുടെ എല്ലാവരും പാവങ്ങളും ചെറുപ്പങ്ങളും മാത്രമാക്കി തന്നെ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ പ്രകാശപരിതങ്ങളായ ഖബറിടങ്ങളാക്കി മാറ്റിയിട്ടുടനെ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ഇടയിൽ ഉള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും തന്നെ തമ്പുരാനെ. രോഗികളായി കിടക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും രോഗങ്ങൾ നിശ്ചയിക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന കടം കൊണ്ട് വലയുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും കടങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് മരണത്തിലും ആശ്വാസം നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തൊക്കെ പോയി പുസ്തകാലത്തോടെ ജീവൻ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥായി ഖുർആൻ പഠിക്കാനും പ്രവാചകനെ മനസ്സിലാക്കാനും ഇസ്ലാം ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അഭിമാനത്തോടെ തന്നെ ജീവിക്കാനും അന്തസ്സോടെ തന്നെ നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരണത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെല്ലാം നീ വിശാലങ്ങളാക്കണം തമ്പുരാനെ. പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. ഫിർദൗസിൽ സ്വർഗ്ഗത്തിൽ ലിഖാഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഫിർദൗസിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ലിഖാഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. നരകശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.